ക്യാൻസർ മരുന്നുകൾ സീറോ പ്രോഫിറ്റായി കമ്പനി വിലയിൽ രോഗികൾക്ക് നൽകുന്ന കാരുണ്യ സ്പർശം പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. തിരഞ്ഞെടുക്കപ്പെട്ട കാരുണ്യ ഫാർമസികളിലൂടെ മരുന്നുകൾ രോഗികൾക്ക് ലഭ്യമാക്കും. സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായി വില കൂടിയ ക്യാൻസർ മരുന്നുകൾ സംസ്ഥാനത്തുടനീളം പ്രവർത്തിക്കുന്ന തിരഞ്ഞെടുക്കപ്പെട്ട കാരുണ്യ ഫാർമസികളിലൂടെ സീറോ പ്രോഫിറ്റായി കമ്പനി വിലയ്ക്ക് ലഭ്യമാക്കുന്ന ആരോഗ്യവകുപ്പിന്റെ കാരുണ്യ സ്പർശം പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് OP ബ്ലോക്ക് കാരുണ്യ ഫാർമസിയിൽ നടന്ന ചടങ്ങിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അധ്യക്ഷത വഹിച്ചു. ഇതിന്റെ ഭാഗമായി പത്തനംതിട്ട ജനറൽ ആശുപത്രി കോമ്പൗണ്ടിലെ കാരുണ്യ കമ്മ്യൂണിറ്റി ഫാർമസിയിൽ നടന്ന ജില്ലാതല ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജി P. രാജപ്പൻ നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ R. അജയകുമാർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഓമലൂർ ശങ്കരൻ, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ L. അനന്തകുമാരി, ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ S. ശ്രീകുമാർ, ഡെപ്യൂട്ടി DMO ഡോക്ടർ ഐപ് ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു. മരുന്നുകളുടെ ആദ്യ വിൽപ്പന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു. ജനങ്ങൾക്ക് പരമാവധി വില കുറച്ച് വില കൂടിയ ക്യാൻസർ മരുന്നുകൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി ആരംഭിച്ചിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്തെ ഓരോ ജില്ലകളിലുമായി തിരഞ്ഞെടുക്കപ്പെട്ട 14 കാരുണ്യ ഫാർമസികളിലെ പ്രത്യേക കൗണ്ടർ വഴിയാണ് മരുന്നുകൾ ലഭ്യമാകുക. 247 ഇനം ബ്രാൻഡഡ് ഓങ്കോളജി മരുന്നുകളാണ് ലാഭമില്ലാതെ പ്രത്യേക കൗണ്ടർ വഴി ലഭ്യമാക്കുന്നത്. ഇതിനായി പ്രത്യേകം ജീവനക്കാരെയും നിയോഗിച്ചിട്ടുണ്ട്. ക്യാൻസർ ചികിത്സയ്ക്കുള്ള ബഹുഭൂരിപക്ഷം മരുന്നുകളും സീറോ പ്രോഫിറ്റായി ലഭ്യമാക്കുന്നു. നിലവിൽ സംസ്ഥാനത്ത് 74 കാരുണ്യ ഫാർമസികളാണ് ഉള്ളത്. ഇന്ത്യയിലെ വിവിധ ബ്രാൻഡഡ് കമ്പനികളുടെ 7000-ഓളം മരുന്നുകളാണ് ഏറ്റവും വില കുറച്ച് കാരുണ്യ ഫാർമസികൾ വഴി നൽകുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.